സംസ്ഥാനത്തെ അങ്കണവാടികളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി ബിരിയാണിയും മെനു പരിഷ്കരിച്ച് സർക്കാർ ഉത്തരവിറക്കി. മുട്ട ബിരിയാണിയും പുലാവുമാണ് മെനുവിൽ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം നൽകിയിരുന്ന പാലും മുട്ടയും ആഴ്ചയിൽ 3 ദിവസം നൽകാനും തീരുമാനമായി. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ഉപ്പുമാവ് മാറ്റിട്ട് പറയാം കേട്ടോ, നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ. അങ്ങനെ ബിർനാണി വിപ്ലവം വിജയിച്ചു. ശംഖുവിന്റെ ആഗ്രഹം പോലെ അംഗനവാടികളിൽ ഇനി ബിരിയാണിയും കിട്ടും. ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ശംഖുവിന്റെ ആവശ്യം പരിഗണിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് വിവിധ തലങ്ങളിൽ ചർച്ചയ്ക്ക് ശേഷം മെനു പരിഷ്കരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നത്. 2 ദിവസം മുട്ട, 2 ദിവസം പാല് എന്നുള്ളതാണ് നമ്മൾ കണ്ടിരുന്നത്. ഈ വർഷം ഒരു കാര്യം കൂടിയുണ്ട്. അത് 3 ദിവസം മുട്ട, 3 ദിവസം പാല് എന്നുള്ള നിലയിലേക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. വർക്കിംഗ് ഗ്രൂപ്പ് അനുവാദം നൽകിയിട്ടുണ്ട്. ഇനി ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ, പോഷകം, അത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും അപ്പോൾ അത് ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ്. അതുകൂടി ഈ അവസരത്തിൽ ഉറപ്പാക്കിയാണ് പോകുന്നത്. പുതിയ മെനുവിൽ നിലവിൽ മുട്ട ബിരിയാണിയും പുലാവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡ പ്രകാരമാണ് മെനു പരിഷ്കരിച്ചത്. കുട്ടികളുടെ പോഷകാഹാര ലഭ്യത ഉറപ്പാക്കുന്നതിനും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നൽകുന്നതിനുമാണ് മെനു പരിഷ്കരിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.